ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് തെഫ്റ്റ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് വേറൊരു ഗെയിമല്ല, നമ്മുടെ സ്വന്തം ഡസ്റ്റി റോഡ് ട്രിപ്പാണ്. അപ്പോൾ ഗൈസ് നമുക്കത് കളിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പരിപാടികൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പാർട്ട് എടുക്കാൻ മറന്നു പോയി. ചിലപ്പോൾ ബിൽഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ബിൽഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടുപേരെ വെച്ചോ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് പാർട്ടല്ല വരിക, ചിലപ്പോൾ വേറെ ഇതിലായിരിക്കും വരിക. കാരണം സ്റ്റാർട്ട് ചെയ്തു. അത് വേറെ സീനൊന്നുമല്ല, അത് നെറ്റ് ചെറിയൊരു സീനാക്കിയതാണ്. എന്നാലും നമ്മൾ റെഡി ആക്കിയ ഗൈസ്. ഇതിൽ ഞാൻ ഫസ്റ്റ് കളിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി പണിയണ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എങ്ങനെയാണ്. അത് വലിച്ചത് ഡോർ വലിക്കണം, പിന്നെ ഇത് ആക്കണം, അതുപോലെ ഇത് അങ്ങടാക്കാം. നമുക്ക് 2 വണ്ടി കിട്ടും, ഏതെങ്കിലും വണ്ടി. പിക്ക് ആൻഡ് പുട്ട് ദ വീൽ ഓൺ ദ കാർ. കേട്ടാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇനിയിപ്പോൾ ഏതാണ് വണ്ടിയിൽ വെള്ളമില്ലാണ്ട് പോയിട്ട് വഴിയിൽ ഓഫായി. അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. സോറി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. കാരണം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഞാൻ ഡിലീറ്റ് പറയേണ്ടത് പോയി എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. ഇക്കടത്തേണ്ടി അടുത്ത എവിടെ നിന്നിരിക്കുക? അടുത്ത എവിടെയാണ്? കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ വാക്സിൻ ടയറടക്കം ഉണ്ട്. അവിടെ പോയി കണ്ടുപിടിക്കാം. ബ്രോ വാട്ട് ദ ഫക്ക് ഈസ് ഡൂയിങ്? ഗ്രാബ് ഇങ്ങനെ കയ്യിലേക്ക് കേട്ടാ. നമുക്ക് പോയിട്ട് ഇത് നമ്മളെ ഇത് നമുക്ക് ഇവർ കാണിച്ചിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ പണി പാടില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയേ. നിങ്ങൾ ഫസ്റ്റ് പാർട്ടിയിട്ട് നോക്കേണ്ടത്. ഈ ഫസ്റ്റ് പാർട്ടിയിട്ട് നോക്കേണ്ടത് തന്നെ. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ട്. പിന്നെ വീലിൽ എത്താണ് എനിക്ക് ആമ ആനമുട്ടയാണോ? എനിക്കറിയില്ല ഒട്ടകളെ പറ്റി പറയണത്. അവര് കുറേ കാറും ഇതിന് ആവശ്യമില്ല. എനിക്കൊന്നും പച്ചക്കാറല്ല കിട്ടിയ, വേറെ അറിയോ? വേറെ സീൻ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് കളിക്കാൻ. അതാണ് മെയിൻ സീൻ. നമ്മളെ മറ്റേതിൻ്റെ ഒറിജിനൽ കളിക്കാൻ പറഞ്ഞാൽ മതി. ഒറിജിനൽ കളിക്കാൻ പറ്റില്ല. നിങ്ങളാരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ടിന് എന്നോട് തെണ്ടിത്തരങ്ങൾ കാണിക്കില്ലേ? ആകെ കിട്ടണ വ്യൂസ് 10ഉം 5ഉം 2ഉം 3ഒക്കെയാണ്. അതൊന്നും പരിഗണിച്ച് പറ്റിയതല്ലേ. കാരണം നമ്മൾ കഷ്ടപ്പെട്ടല്ലേ സെറ്റ് ചെയ്യണ കേസ് വീഡിയോ. ഭാഷ മാത്രമല്ല, നമ്മൾ കഷ്ടപ്പെട്ടുണ്ട് വീഡിയോ സെറ്റ് ചെയ്യുന്നത്. ചോർമെന്തോ ചെളി വരെ കണ്ട നോക്കി ഞാൻ പോയിട്ട് ഫിറ്റ് ചെയ്ത് വണ്ടി കൊണ്ട് പടങ്ങളാണ്. ഇത് നമുക്ക് നോക്കാൻ
ഫക്ക് ഇത് വെള്ളമാണോ അതോ ഓയിലാണ്? ഗൈസ് ഗൈസ് റെഡ് ആ പറന്നു പോണു. റേഡിയേറ്റർ കണ്ടുപിടിക്കണം. ആ സിനിമ മറന്നു. ഇവിടെ അല്ല നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ എവിടെ പോയി? നമുക്ക് ബാക്കിൽ റേഡിയേറ്റർ വെക്കണ്ട ഗൈസ്. വണ്ടി ഫുൾ മെക്കാനിക്കൽ പണിയെടുക്കണം. നമ്മളെ വണ്ടി കണ്ട പിന്നെ ആർക്കും തിരിച്ചറിയണം. ആ മോഡലാക്കി ഇരിക്കണം വണ്ടി. റേഡിയേറ്റർ യെസ് നമ്മളെ കൊണ്ട് പുറത്തു. അയ്യോ ഈ വണ്ടി എന്തൂന്ന് പറഞ്ഞ ഒട്ടത്തലേ കാണിക്കണത്. ഈ എസ് എഫ് അടക്കിയിടോടെ. അയ്യോ തുറക്കാനാണ് നമുക്ക് എഞ്ചിൻ ആക്കണം. റേഡിയേറ്ററായോ? എടാ റേഡിയേറ്റർ ഇതാടാ. ഇവിടെ നല്ല വണ്ടി പോകുന്നുണ്ടാ. വാട്ടർ 5 ലിറ്റർ ഉണ്ട്. വേറെ ഒന്നും വേണ്ട. ഓക്കേ ഉണ്ട് 5 ലിറ്റർ ഉണ്ട്. 5 ലിറ്റർ വെള്ളമുണ്ട്. ഓക്കേ ഓക്കേ എഫ് എഫ് ഓക്കേ ബ്രോ. നമുക്ക് പെട്രോൾ അടയ്ക്കാം. നിങ്ങൾ നോക്കോട്ടെ വെള്ളം ഉണ്ട് കേട്ടോ. ഇനി വണ്ടി നമുക്ക് പറയിപ്പിൻ്റെ ആവശ്യമില്ല. അവർ 60 ലിറ്റർ പറഞ്ഞില്ല. ആകെ 1 ലിറ്ററും പെട്രോൾ കഴിഞ്ഞു. ലൈറ്റ് പോകുമ്പോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ അന്നൊരു സാധനം കണ്ടു. വലിയ കാര്യമില്ല. ഒരുപാടും നേരം യെസ് നമ്മളെ സ്ഥലത്ത് കൂടി നമുക്ക് അങ്ങോട്ട് പോയി. എന്താണ് മച്ചു കാണിക്കണേ? ഇങ്ങ പിടിക്ക് മച്ചു. എന്താണ് ഈ പരിപാടി കാണിക്കണേ? അതൊന്നും പാടില്ല. നമ്മ തന്നെ സ്നേഹിക്കണം എന്നാണ് എത്താ പറയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യാനും നമ്മ കുറച്ചേരം തിരന്നാകുളം മച്ചു. നമ്മ എറണാകുളം നമ്മ കൊച്ചി വൈബ്. നമ്മ വൈബ് കൊച്ചി വൈബ്. ഞാൻ വെച്ചു വണ്ടി എന്തൊക്കെ കുറവുണ്ട്. എഞ്ചിനില്ലേ വണ്ടിക്ക്? അച്ചട്ട എഞ്ചിനകത്ത് പരിപാടിയാണ് അച്ചട്ട വണ്ടിക്ക്. എഞ്ചിനില്ലാണ്ട് ബാക്കി റേഡിയേറ്ററിന്ന് എങ്ങനെയൊക്കെ വെച്ചത്. എഫ് എഫ് അല്ല ആകാം. വണ്ടിക്ക് എഞ്ചിൻ ഇല്ലാണ്ടായിരുന്നു ഓടിയിരുന്ന. ഇപ്പോഴാണ് വണ്ടിക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞ സാധനം അവിടെ വെച്ചേണ്ട. നമ്മുടെ ജിഞ്ചിൻ ചാക്കടി. അയ്യോ ലിറ്റർ ഓയിൽ ഉണ്ട്. ബട്ട് വീണ്ടും ഒരു ഓയിൽ ചോദിക്കും. ബിൽഡ് ദ കാർ. എനിക്കിതിലറിയാൻ പാടാത്ത കാര്യം എന്താ പറയുക. ഇതിലൊരു 10 വണ്ടി ഒന്നാക്കാൻ പറയും. 10 വണ്ടി നമ്മളൊന്നാക്കണം.
ക്ലീൻ ചെയ്യാൻ എനിക്ക് ഇത് നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാൻ പറ്റൂലേ? വണ്ടി ക്ലീൻ ചെയ്യാൻ പറ്റും. വണ്ടിയുടെ പെയിന്റ് കളയാൻ പറ്റും. കളയാൻ പറ്റില്ല. കളറ് തീം കളറായില്ലേ? നമുക്ക് ടയർ കിട്ടില്ല. എനിക്കറിയാം ടയർ ഏത് ടയറിന് മാറി വെക്കുന്നുണ്ടോ എനിക്ക് ടയറോട് ഇടാം. ഈ ടയർ എഫ് ഗ്രാബ് എഫ് രണ്ട് ടയർ സെയിം വന്നാലും ഇവർ രണ്ടായിരട്ടപ്പോൾ ഇവർക്ക് വേറെ സമാനം ഉണ്ടാവും. അത് തന്നെ ആയിരിക്കും രണ്ടും ചുറ്റും പറയുന്നത്. മേളിലെന്തെങ്കിലും ലാഡർ കയറാൻ പറ്റും. ബട്ട് ഒരാൾ മരിച്ചിട്ടുണ്ട്. ഇയാളല്ലേ ഞാനിവിടെ കണ്ട ബർഗർ കിറ്റി. ഇതൊക്കെ വേണേൽ വണ്ടി കൊണ്ടിടാം. അത് വേറെ ഇതൊക്കെ നമുക്ക് നമ്മളെ ഉണ്ടാക്കി കൊടുക്കാം. പാവങ്ങൾ ജീവിച്ച് കിടാതെ കൂട്ടരമാർക്ക് ചത്തുപോയി. ബദ്രാമലി കൂട്ടുകാരാ എൻ്റെ കയ്യിൽ കൂട്ടുകാരൻ വേണ നിന്റെ നിന്റെ കൂട്ടുകാരൻ എന്നാ സെഡ്. ഓക്കെ സമാനല്ലേ പോവാം. അപ്പം അവർക്ക് ഇച്ചിരി സമാനം. കൂട്ടുകാരൻ വലുതായി വന്നപ്പോൾ അങ്ങനെ സമാനമായി. ഒരു ബിൽഡ് ദ കാർ കാണിക്കണം. ബിൽഡ് കാർ കഴിഞ്ഞു. ബിൽഡ് വണ്ടി കഴിഞ്ഞു. വണ്ടി പേടി കഴിഞ്ഞു. വണ്ടി പോയി സ്റ്റാർട്ട് ചെയ്യാം. ഗിയറൊക്കെ ഉണ്ടാ വണ്ടിക്ക്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ? വണ്ടി സ്റ്റാർട്ടാവുന്നില്ലേ? വണ്ടിക്ക് വേറെ എന്തെങ്കിലും ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് ഒന്നുമില്ല കേട്ടാ. നല്ല ആവശ്യമൊന്നുമില്ല. വണ്ടി എങ്ങനെ സ്റ്റാർട്ടാണ്? വണ്ടിക്ക് എൻജിൻ ലൈറ്റ് ഇല്ല. ബി കത്തുണ്ടോ നോക്കട്ടെ. ബി കത്തുണ്ട്. അപ്പോൾ വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. വണ്ടി സ്റ്റാർട്ടായ വണ്ടി സ്റ്റാർട്ടായി മച്ചു. പക്ഷെ എൻജിൻ്റെ ലൈറ്റും വാണിംഗ് ലൈറ്റൊക്കെ കാണിക്കണ്ടല്ലോ. പെട്രോളില്ലേ മച്ചു? ഇതിന് മെയിൻ പ്രശ്നം ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി. പണ്ടാറത്തിൻ്റെ ഇടയിൽ നിന്നാണെങ്കിൽ എനിക്കാൻ പാടാണ്. കണ്ടില്ലേ ഇവിടെ ഇരിക്കാം. എടാ എനിക്കിനുള്ളിൽ നിന്ന് രക്ഷപ്പെടണടാ. എനിക്ക് പുറത്ത് പോണെന്ന് മച്ചു. പണ്ടാറ ഉള്ളിൽ രക്ഷപ്പെട്ട സമാധാനം. എൻ്റെ ഉള്ളിൽ ഇനി ഈ വണ്ടിക്ക് ഒരു കിണയില്ലാത്ത വണ്ടിയാണ് തന്നാണ്. എന്തിനാണ് അതെനിക്ക് തന്നാണ്?
നമുക്ക് ഇച്ചിരി വലിയ വലിയ വണ്ടികൾ വന്നാലേ നമുക്ക് വലിയ വലിയ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടിയുടെ എഞ്ചിൻ ലൈറ്റും മാനൽ ലൈറ്റും കോപ്പ് കത്തി കിടക്കുന്നുണ്ട്. വണ്ടിക്ക് ബാറ്ററി ഉണ്ട്. അപ്പോൾ ഗൈസ് പണിഞ്ഞൊക്കെ കഴിഞ്ഞ് പണിഞ്ഞല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിട്ടിയത് പറയല്ല തുടങ്ങി. ഇതുമ്മ കയറുന്നതിൻ്റെ അടുത്ത അഭ്യാസം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണടാ, ഒന്ന് രക്ഷപ്പെടുത്തടാ പ്ലീസ്. എനിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എനിക്ക് പരിപാടികളുണ്ട്, ഒന്ന് രക്ഷപ്പെടുത്ത് പ്ലീസ്. ആടാ വണ്ടി എന്നാണല്ലേ എനിക്കാനാണ് ഈ പാട്. കാണാൻ പറ്റുമോ? അതുമില്ല. എനിക്കിതൊക്കെ കൊണ്ടൊന്ന് വെച്ചോ കേട്ടോ പേട്ടൻ്റെ. ഞാനെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ചാടി അടിക്കും. ഇതെങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും പറയുന്നല്ല എന്ത് പോകണമെന്നൊക്കെയാണ്. പേട്ട വണ്ടി തൊട്ട് സ്റ്റാർട്ട്. ബിൽഡ് ദ കാറ് ഞങ്ങളും പറഞ്ഞോണ്ടിരിക്കുക. ബിൽഡ് ദ കാറ് എന്തുട്ടും പണ്ടാണ് ബിൽഡ് ചെയ്യാൻ ഈ കോണങ്ങൾ പറയണേ. പൊട്ടന്മാരാണോ അവര്? പല്ലേക്കണ ബ്രഷ് കിട്ടി. വണ്ടി വല്ലേക്ക് കൊടുക്കാന്നല്ലാണ്ട് വണ്ടിയുടെ വേറെ ഉപകാരം ഞാൻ കാണുന്നില്ലേ. നമുക്ക് കൊണ്ട് പോവാന്നാണ് ഞാൻ പറയാ. വണ്ടി സ്റ്റാർട്ടാവില്ല. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. ചേടാ ഇതെന്ത് സീനാണ് നിങ്ങൾക്കെല്ലാം അറിയൂ? വണ്ടിക്ക് ഭ്രാന്താണോ നാട്ടിലേക്ക് മൊത്തം ഭ്രാന്താണ്. നമുക്ക് പോട്ടെ. വേറെ നിന്ന വലിയ പരിപാടി ഇല്ല. നമുക്ക് ഇങ്ങടാണ് അല്ലെങ്കിൽ ഇങ്ങടാണ് പോകണ്ട. ഹാൻഡ് ബ്രേക്കും ഉണ്ട്, എല്ലാം ഉണ്ട് വണ്ടിക്ക്. വണ്ടിക്കൊന്നും എന്താന്ന് കംപ്ലൈൻറ്റ്? ഞാനാലേ വണ്ടിക്ക് ഇപ്പോൾ തൽക്കാലത്തിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. വണ്ടി വെറുതെ അങ്ങനെ എന്തെങ്കിലും പറയണ്ടേ, അല്ലെങ്കിൽ സീനല്ലേ. വണ്ടി ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഓടിച്ചു പോകണത് എന്താ ഉണ്ടാവുക നമുക്ക് വഴി വെച്ച് കാണാം. ഫ്രണ്ടിൽ നിന്നൊക്കെ പുക വരില്ല. പുകനെ എഞ്ചിന് ഒരു കൈ പിടിക്കുമായിരുന്നു. നമ്മൾ പണ്ട് IIT റൂക്കിയിലൊക്കെ എഴുതിയ ആളല്ലേ. നമുക്ക് വണ്ടി പണി എന്നൊക്കെ അറിയാം. നമ്മ പിന്നെ കാണിക്ക ഗെയിമല്ലേ അറിയാലോ. വണ്ടി നമ്മൾ എത്ര പണി ചെയ്യണു. അവിടെയൊക്കെ എഞ്ചിന്റെ 10 ഇഞ്ച് കൊണ്ട് വെച്ചിട്ട് ഒരു കൈ കൊണ്ട് പണിയാൻ പറയും. ഞാനൊക്കെ പണിഞ്ഞിട്ട കൈയുടെ പരിപ്പിളകിയ അവസ്ഥ. 534 557 അങ്ങനെ കുറച്ച് കിലോമീറ്റർ ആയി വണ്ടി പോണു. വണ്ടിക്ക് ഹോണെന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. അംബാസിഡറാണെന്ന് തോന്നുന്നു വണ്ടി. പക്ഷെ ഇവിടെ നിർത്താൻ ബെസ്റ്റ് റീസൈക്ലിംഗ് പെയിന്റ് 1500 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റീസൈക്ലിംഗ് പെയിന്റ് നമുക്ക് പെയിന്റഡ് എത്തോ. ഈ വണ്ടി ഇവിടെ നിന്ന് ആകെ 1000 കിലോമീറ്റർ എത്തുമെന്ന് എനിക്ക് തന്നെ പോയി അറിയില്ല. ഈ ലൊട്ടയ്ക്ക് ലിഫ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഈ ലൊട്ടനെ അവിടെ കൊണ്ടാക്കാനാണ്. ഇതാരത്? വ്യൂസൈലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല. എന്താണ് ബ്രോ? നീ വണ്ടി കയറി വണ്ടി പോവോ? നീ തൊള്ള പഠിക്കുന്ന നായേ. വണ്ടി കയറി പോവാ. എൻ്റെ വണ്ടിയാണ്. തള്ള വിളിക്കും ഞാൻ എൻ്റെ വണ്ടി കയറി കഴിഞ്ഞാൽ. അല്ല നീ അടങ്ങി ഒതുങ്ങിയിരുന്നില്ലെങ്കിലേ
അയ്യോ ഓ ഞാൻ ചത്തേനെ വണ്ടിയില വണ്ടിയൊക്കെ പതുക്കെ പോവുള്ളു വേണമെങ്കിൽ വന്നാ മതി ഞങ്ങളൊക്കെ ഇച്ചിരി പതുക്കെ പോകേണ്ട ടീമാണ് പുറത്തിറങ്ങണത് വീണ്ടിന്റെ പരിപാടി ഇവിടെ തുടങ്ങിയടാ സോംബി പെട്ടു റൈറ്റ് ടിങ് 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 സാറേ സാമ്പാറേ പാപികൾ ഞങ്ങൾക്കായി സോമ്യ വണ്ടി അടിച്ചോല്ല നമുക്ക് അതിനപ്പുറത്ത് പറഞ്ഞു സോംബി സീനാണല്ലോ ഇയാളുടെ തീറ്റ കൊടുത്തിട്ട് നമുക്ക് പോയാലോ നമുക്ക് ഇവിടെ നിർത്താട്ടോ പതുക്കെ നിർത്താൻ വേണ്ടി ചെറുതായിട്ട് ഹാൻഡ് ബ്രേക്ക് നിർത്തിയേക്കണുള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം ബാക്കിയൊന്നും വരുന്നില്ല ഇറങ്ങി നോക്കാം വേഗം 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 അതെടാ എന്തോരടാ ആ ഒന്നുമില്ല മോനെ കുട്ട ഒന്നുമില്ല അച്ഛൻ സ്ഥാനം തപ്പി ഇറങ്ങിയതാണ് മോനെ തെണ്ടിയതാണ് നായിന്റെ മക്കള് ആ ഒരു സാധനം എടുക്കാൻ തന്നേക്കുന്ന തെണ്ടി മക്കള് ഒന്നുമില്ല അച്ഛന് സ്ഥാനം എന്നെ കൊല ഇവിടെ എല്ലാം ഇറങ്ങിയടാ അതേ വരുടാ തെണ്ടി നായിന്റെ മക്കള് വണ്ടിയില്ലാത്തരം കേൾക്കണ പിള്ളേരെ വേഗം കയറി ഇരുന്ന് പോവാം ഹാൻഡ് ബ്രേക്ക് തത്തു ബൈ 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 ചോറക്കടച്ചു ശരിക്കും പറയണ്ടോ ഈ വണ്ടിക്ക് അയ്യോ വണ്ടി ഡ്രിഫ്റ്റാണ് മോനെ ചേട്ടാ പേടിക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് പേടിക്കൊന്നും വേണ്ട ഒന്ന് കരഞ്ഞോ എന്താ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്താ പറ്റുമെന്ന് നമുക്ക് ഈ ചേട്ടനെ പിടിച്ചു ഈ ചേട്ടൻ അനങ്ങാണ്ടിരിക്കണേടാ ചേട്ടൻ കുറച്ചു നേരം വണ്ടി ഓടിക്കോ ആ ഭാഗ്യണ്ട് 1200 കിലോമീറ്റർ വേറെ വണ്ടി ചുരുളിക്കാറ്റ് വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഈ കുത്തിയൊക്കെ അവിടെ നിൽക്കും അത് വേറെ കാര്യം 1500 അവിടെ ഉണ്ടാകും സോംബി ടവർ ഉണ്ടാകും ടവർ പറയുന്നത് തോന്നുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടാ വണ്ടി ഹാംബ്രേക്ക് അതൊക്കെ തെണ്ടി പോലെ നിനക്ക് മലയാളം പറഞ്ഞാൽ തോന്നിപ്പോ നമ്മൾ ചാവും നമ്മളിപ്പോ ചാവും കൈസ് അവരുണ്ടാവും ഇല്ല
നമ്മളിപ്പോ വെസ്ന്ന് ചാവും. അതൊക്കെ ഉറപ്പാണ്. വെസ്ന്ന് എന്തായാലും ചാവും. ആടാ സ്ഥലം സ്ക്രാപ്പാ. വണ്ടിയുടെ സ്ഥലം കിട്ടി. നമുക്ക് ഇവിടെ പതുക്കെ സൈഡിൽ ഒതുക്കി. മറ്റേ മൈൻ്റെ മക്കൾ ഉണ്ടോന്നാണ് എൻ്റെ പേടി. വണ്ടിയുടെ കളർ നോക്കി. അടാ ഇതെന്റെ ഉണ്ടില്ല. വണ്ടി മാറിപ്പോയി ചേട്ടാ. വണ്ടി മാറിപ്പോയി. അതേ വരുന്നടാ. എഫ് ഗണ്ണ് നല്ല ആവശ്യമായിരുന്നുടാ. ശേ ഞാൻ എന്തും പണ്ടല്ലായിരുന്നു. ഗണ്ണ് നല്ല ആവശ്യമുള്ള കാര്യമായിരുന്നു. ഇതാരടാ